പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം. അഖിലോടുന്ന ഓട്ടോ സ്റ്റാൻഡും അഖിലിൻ്റെ നാടുമാണ് ഈ കാണുന്നത്. കടയ്ക്കാമണ്ണാണ് അഖിലിൻ്റെ നാട്. അഖിലോടുന്ന സ്റ്റാൻഡും അവൻ്റെ നാടുമാണ് പ്രേക്ഷകരായ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടയ്ക്കാമണ്ണ്. ഹായ്, നമസ്കാരം. അജാസൈനിതാണ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ അസാധ്യനായിട്ടുള്ള കലാകാരനാണ്, വൈറൽ താരം കൂടിയാണ്, നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമായ കടയ്ക്കാമണ്ണുള്ള അഖിലാണ്. അഖിലിനെയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിഞ്ഞാലും നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവനോട് ചോദിച്ച് മനസ്സിലാക്കാം. അഖിൽ വണ്ടിക്കകത്തുണ്ട്, നമുക്ക് അഖിലിനോട് കയറി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അഖിലിന്റെ ദൂരത്തേക്ക് നമുക്ക് കയറാം. അളിയിൽ ഇവിടെ ഇപ്പുണ്ട്. നമസ്കാരം. ഉണ്ടാവില്ലേ? നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? സുഖം. സുഖം. ഇതെന്തോ വണ്ടി ഓടുക? വണ്ടി ഓട്ടം ഉണ്ട്, പാട്ടും ഉണ്ട്. മീൻ വണ്ടിയാവും? മീൻ വണ്ടി. മീൻ വണ്ടിയല്ലേ? പിന്നെന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നല്ലേ? ഇങ്ങനെ പോകുന്നു. പിന്നെ എന്തോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പാട്ട്. പിന്നെ ഞാൻ ഓടുന്ന വണ്ടി ആയത് വൈറലായിരുന്നു നേരത്തെ. നേരെ വൈറലായിരുന്നു. അതായത് നമ്മുടെ കോളേജ് ബസ് ഓടിക്കുന്ന സമയത്ത്. ശ്രീഭദ്ര ബസ്സും അത് കഴിഞ്ഞിട്ടാ ശ്രീഭദ്ര ബസ്സില് പത്രത്തിൽ വന്ന മറ്റേ ന്യൂസ് പാട്ട് വണ്ടി എന്ന് പറഞ്ഞോണ്ട് വന്നു. പാട്ട് പാടി. അത് പാട്ട് പാടി ഓടിച്ചത് കോളേജ് വണ്ടിയാ. കോളേജ് ബസ്സില് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, കോളേജ് ബസ്സിൽ ഡ്രൈവർ ആയിരുന്നു. അവിടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സാറ്, ഞാൻ പാട്ട് പാടുന്നുള്ള കാര്യം കോളേജിലെ പിള്ളേർക്കറിയാം. അതായത് ഞാൻ അഞ്ചൽ റൂട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ അഞ്ചലിലെ പിള്ളേർക്ക്, ഈ വണ്ടിക്കകത്തുള്ള പിള്ളേർക്ക്, ഏകദേശം പിള്ളേർക്ക് അറിയാം പാട്ട് പാടും എന്നുള്ള കാര്യം. അങ്ങനെ അവരെ ഫെസ്റ്റിന് കയറി പാടി. അത് പാടിയ ശേഷം കോളേജിലെല്ലാം അറിഞ്ഞു പാട്ട് പാടും എന്നുള്ള കാര്യം അറിഞ്ഞു. അങ്ങനെ ഒരു സാറുണ്ട്, അജയ് ഘോഷ് എന്ന് പറയുന്ന സാറാണ് അത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് വൈറലായ. ആ സമയത്താണ് വൈറലായത്. കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ശരത് സാറിന്റെ മാനേജർ കമന്റ് ഇട്ടു. അത് ഞാൻ പിന്നെ കണ്ടു. ഞാനല്ല, സാറ് കണ്ടു. സാർ എന്നെ വിളിച്ചറിയിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പുള്ളിയെ വിളിച്ചു. നമ്പർ ഉണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. നമ്പർ പുള്ളിയെ വിളിച്ചതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സാറിനെ പോയി കാണുകയൊക്കെ ചെയ്തു. അതെല്ലാം അന്നാണ് ഈ വൈറലായി, ബസ്സിൽ ഓടി വൈറലാകുന്ന അന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീട്ടിൽ ഇരുന്ന് സ്മൂൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ പാട്ട് പാടി. സ്മൂളുണ്ട്. സ്മൂളില് പാട്ട് പാടി പോസ്റ്റ് ചെയ്ത് അതൊരു 3 പാട്ട് പാടിയിട്ടപ്പോഴത്തേനും അത് വൈറലായി. ആ സമയത്ത് ഞാൻ ബസ് ഓടുന്നുണ്ട്. ആ സമയത്താണ് മലയാള മനോരമയിലെ നജീബൻ എന്ന് പറഞ്ഞ പത്തനാപുരത്ത് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പത്രത്തിൽ ന്യൂസ് ചെയ്തത്. സ്റ്റേജ് അന്ന് വൈറലായ സമയത്ത് കുവൈറ്റിൽ ഒരു പരിപാടി, ഗൾഫിൽ ഒരു പരിപാടിക്ക് പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാസറ്റ്, ആൽബം, പിന്നെ സ്റ്റേജ് പരിപാടി. അന്നൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്, പരിപാടിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ സീസൺ കഴിഞ്ഞുണ്ട്. വനമേള ഫീൽഡ് സീസൺ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വണ്ടി ഓട്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ കലാജീവിതം, ഞാൻ പറഞ്ഞ അടിസ്ഥാനമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും എൻ്റെ ജീവനാണ് പാട്ട്. കൊച്ചിലെ തൊട്ട് ഉള്ളൊരു സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഒരു പുല്ലൂര് ശ്യാം എന്ന് പറയുന്ന എൻ്റെ കെയർ ഓഫിൽ ഞാനൊരു മൊഴിമാറ്റ സിനിമ, തെലുങ്ക് സിനിമ, കന്നഡ സിനിമ മലയാളത്തിലോട്ട് മാറ്റിയപ്പോഴത്തേന് എൻ്റെ മലയാള വേർഷൻ. അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് 2 മ്യൂസിക് പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി എൻ്റെ ഈ കലാജീവിതം പോലെ തന്നെയാണ് എൻ്റെ വണ്ടി. കാരണം ഞാനിപ്പോൾ ഓടുന്നത് ഇപ്പം കൊറോണ സമയത്ത് ഓടാൻ കയറിയ വണ്ടിയാണ്. മുതലാളിയുടെ പേര് AB സെബാസ്റ്റ്യൻ എന്നാണ്. വണ്ടി നമ്മളെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. വണ്ടി അപ്പോൾ ഈ സീസൺ സമയത്ത് ട്രോളിങ് ആയതുകൊണ്ടാണ് ഓട്ടോ ഇല്ലാത്തത്. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഓട്ടോ എടുത്തിട്ടുണ്ട്, ഓട്ടോ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് സീസൺ പ്രോഗ്രാം സമയത്ത് പരിപാടിക്കും പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുതലാളിക്ക് അറിയാം, സിംഗറാണെന്നുള്ള അറിയാവുന്നതുകൊണ്ട് പുള്ളി ഒരു കൺസെഷൻ തന്നിട്ടുണ്ട്.
അതിങ്ങനെ പോന്നു. അപ്പൊ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു സോങ് ഒന്ന് പാടിയാൽ. സോങ് പാടാ. ഏതാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള? അന്ന് ഞാൻ ഫസ്റ്റ് പാടിയത് പ്രമദവനം ആണ് കോളേജിലെ ബസ്സിനകത്തിന് പാടി. അത് 4 വരി പാടാം. 4 വരി. ഹമ്മിയ വേണ്ടല്ലോ, ഹമ്മിയ വേണോ? പ്രമദവനം വീണ്ടും ഋതുരാഗ ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. അടിപൊളി. ഒരുപാട് ആശംസകൾ നേർന്നു. ഇനിയും ഉയർന്ന സ്റ്റേജുകളിലും പ്രോഗ്രാമിലും ഒക്കെ ചെല്ലട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അഖിലിന്റെ പാട്ട് നിങ്ങൾ കണ്ടു. അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ആലപിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നല്ലൊരു പാട്ടുകാരനാണ്, നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ കടക്കാമണ്ണിനും പത്തനാപുരം ഏരിയയിലുമുള്ള നമുക്ക് നല്ല അഭിമാനമായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അഖില്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.